സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. മൂന്നാം ഊഴം തേടി നരേന്ദ്രമോദി വാരണാസിയിൽ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. കാലഭൈരവ ക്ഷേത്രത്തിൽ പ്രാർത്ഥന, ഗംഗാ സ്നാനം ഒക്കെ കഴിഞ്ഞാണ് പത്രിക നൽകിയത്. യോഗി ആദിത്യനാഥിനെ മോദി ഒതുക്കുമെന്ന കേജ്രിവാളിന്റെ പ്രതികരണത്തിന് മറുപടിയായാകണം പത്രികാ സമർപ്പണത്തിൽ ഒപ്പം യോഗിയുമുണ്ടായിരുന്നു. ഇതിനിടെ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളിൽ BJP അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകിയിരിക്കുന്നു. മോദിയുടെ പരാമർശങ്ങൾ പ്രതീകാത്മകമാണെന്നാണ് മറുപടി. വിദ്വേഷം പ്രതീകാത്മകമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ BJP പ്രതിനിധി BG വിഷ്ണു. ആദ്യം BJP പ്രതിനിധിയിലേക്കാണ്. BG വിഷ്ണു, ഇപ്പോൾ മോദിയുടെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ സമയമെടുത്ത് BJP അധ്യക്ഷൻ മറുപടി നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രതികരണങ്ങൾ പ്രതീകാത്മകമാണ് എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ രാജ്യത്ത് ജനങ്ങളെല്ലാം തുല്യതയോടെ കാണുകയും അവർക്ക് വേണ്ടി ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി കഴിഞ്ഞ 10 വർഷക്കാലം ആരോടുമില്ല പ്രീണനം, ആരോടുമില്ല വിവേചനം എന്ന തത്വത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ അവസ്ഥ ഇതല്ലല്ലോ. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വക്താക്കളായി നിന്നുകൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരായ നിയമങ്ങൾ സൃഷ്ടിക്കുക, ഒരു മതവിഭാഗത്തിന് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ തീരെഴുതുക, അവരുടെ സർക്കാരായി മാറുക എന്നുള്ള സ്ഥിതി എല്ലാ കാലഘട്ടത്തിലും ഇപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കാറുണ്ട്. ഈ നയത്തെ രാഷ്ട്രീയപരമായി ഭാരതീയ ജനതാ പാർട്ടി വിമർശിച്ചിട്ടുണ്ട്, ഇപ്പോൾ വിമർശിക്കുന്നു, നാളെയും വിമർശിക്കും. അതിൽ യാതൊരു തെറ്റുമില്ല. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളുമെല്ലാം പൊതുവേദിയിൽ പറഞ്ഞത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അത് ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് ചില അറിയിപ്പുകൾ നൽകുന്നത് പ്രധാനമന്ത്രിയുടെയും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെയും ഉത്തരവാദിത്വമാണ്. അത് BJP നിറവേറ്റിയിട്ടുണ്ട്, ഇനിയും നിറവേറ്റുമെന്നുള്ളത്. അല്ലാതെ വർഗീയ പരാമർശം എന്ന് പറയുന്നത്, ആരാണ് ഇവിടെ വർഗീയ പരാമർശം നടത്തുന്നത്? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് എന്നെതിരെ എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? എത്രയോ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഭരത്പൂരിലടക്കം ഹുമയൂൺ കബീർ അടക്കം പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 70% 30% വരുന്ന നിങ്ങളെയൊക്കെ ആറ്റിലെറിഞ്ഞു കൊല്ലാൻ, ഗംഗയിലെറിഞ്ഞു കൊല്ലാൻ ഞങ്ങൾക്ക് വലിയ സമയമൊന്നും വേണ്ട. ഇങ്ങനെ വിദ്വേഷജനകമായ പ്രസംഗങ്ങൾ നടത്തുന്നത് INDA മുന്നണിയുടെ ഭാഗമാണ്. കാരണം അവരൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നു. അവരെപ്പോഴും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് നിർത്തിക്കൊണ്ട്, അവരെ ആക്രമോത്സവരാക്കി നിർത്തിക്കൊണ്ട്, ഒരു വിഭാഗത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കീറെഴുതി തരാം, നിങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അവകാശികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലേക്ക് ഇറങ്ങി ഇവിടെ മതസ്പർദ്ധ സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഞങ്ങളത് കൃത്യമായി ജനങ്ങളോട് പറയാറുമുണ്ട്. കാരണം കോൺഗ്രസ് ആണ് തിരുത്തേണ്ടത്. കാരണം കോൺഗ്രസ് ആണ് പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ, ഭാരതീയ ജനതാ പാർട്ടിയല്ല. ഞങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ ഒരു മതത്തോടും ഞങ്ങൾ വിവേചനം കാണിച്ചിട്ടില്ല. എല്ലാവരും തുല്യമായി പരിഗണിച്ചിട്ടേ ഉള്ളൂ. അത് ഏത് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും. വിഷ്ണു, അതായത് SC/ST സംവരണം എടുത്തു കളഞ്ഞത് പൂർണ്ണമായും മുസ്ലിം ന്യൂനപക്ഷത്തിന് നൽകുമെന്നും മുസ്ലിങ്ങൾ ഇവിടെ പെറ്റുകൂട്ടുകയാണ് എന്ന് പറഞ്ഞതിലും തെറ്റില്ല. അത് വളരെ ശരിയായ മറുപടിയും ശരിയായ പ്രതികരണവുമാണെന്ന് BJP കരുതുന്നു. അതാണ് പ്രതീകാത്മകമായ നടപടി, അല്ലേ? കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള നടപടികൾ അവർ സ്വീകരിക്കാറുണ്ട്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ എല്ലാ വിഭവങ്ങളുടെയും ആദ്യത്തെ അവകാശി മുസ്ലിങ്ങളാണെന്ന്. അത് പറയാനുള്ള എന്ത് ധാർമ്മികമായ അവകാശം കോൺഗ്രസിനും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനുമുണ്ട്? ഈ രാജ്യത്ത് എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ കേന്ദ്രീകരിക്കുക എന്നുള്ളത് തെറ്റു തന്നെയാണ്. അത് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. കാരണം കോൺഗ്രസ് ഇപ്പോഴും പിന്തുടരുന്നത് വിഭജനത്തിന്റെ നയം തന്നെയാണ്. വ്യക്തമായ കാര്യമാണ്. ഇതൊക്കെ ഒരു തവണ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ വളച്ചൊടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ SC/STയുടെ കാര്യവും SC/ST വിഭാഗത്തിന്റെ കാര്യവും കൃത്യമായി പറഞ്ഞിരുന്നു. അന്ന് തന്നെ നിങ്ങൾ ഇത് ആ രൂപത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ ഒരു വിശദീകരണം എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വീണ്ടും വിശദീകരണക്കുറിപ്പ് ഇറങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ വിശദീകരിച്ച കാര്യമാണ് വീണ്ടും എടുത്തിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്. ഞാൻ ചോദിച്ചത്, പെറ്റുകൂട്ടുന്ന വിഭാഗമാണ് മുസ്ലിം വിഭാഗം എന്ന പ്രയോഗം പൂർണ്ണമായും ശരിയാണ് എന്നാണ് BJP കരുതുന്നത് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ മറുപടിയിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത്. അതൊന്ന് വിശദീകരിക്കൂ. കോൺഗ്രസിന്റെ കാലത്ത് എന്നുള്ളതല്ല, നിങ്ങളുടെ മറുപടിയെ നിങ്ങൾ വിശദീകരിക്കൂ. അല്ല, ഈ കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസ് പ്രതിനിധി പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ രാജ്യത്ത് കോൺഗ്രസ് പറഞ്ഞോട്ടെന്നേ, ഞങ്ങൾക്ക് എന്താ വിരോധം? കോൺഗ്രസ് പറയട്ടെ. ഞങ്ങളുടെ നിലപാടാണ് പറയുന്നത്. ഈ രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ.
ഒരു വിഭാഗം മതാടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് ആഹ്വാനം ചെയ്യുന്നു, ജനസംഖ്യാപരമായി വർധനമുണ്ടാക്കി രാജ്യത്തെ മലപ്പുറം പോലെ, ഇപ്പൊ മലപ്പുറം ജില്ലയെടുക്കാം, ഇപ്പോൾ നിയമസഭാ സീറ്റുകൾ നിശ്ചയിച്ചപ്പോൾ കേരളത്തിൽ 4 സീറ്റുകൾ കൂടിയത് മലപ്പുറത്ത് മാത്രമാണ്. അവിടെ ജനസംഖ്യ വിസ്ഫോടനമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മത നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ സ്വയം അവർ പരസ്പരം തീരുമാനിച്ചുകൊണ്ട് വിസ്ഫോടനകരമായ കണക്കൊന്ന് പറയാമോ? താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ കണക്ക്? വിസ്ഫോടനകരമായ കണക്ക് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ എണ്ണം ഇവിടത്തെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണെന്നുള്ള കണക്ക് എപ്പോൾ എടുത്തു? അല്ലല്ല ബി.ജി. വിഷ്ണു, ആ കണക്ക് എപ്പോൾ എടുത്തു? രണ്ടാമത്തേത് കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം എന്ന് പറഞ്ഞത് RSS മേധാവിയാണ്. ഹിന്ദു വിഭാഗത്തിലും എണ്ണം കുറയുകയാണ്, ഇനി സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കണം എന്നുള്ള ആഹ്വാനം നൽകിയത് RSS മേധാവിയാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ രൂപത്തിൽ ഓരോ മതങ്ങളിൽ നിന്നും അത്തരം ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഞങ്ങളുടെ വിഭാഗം കുറഞ്ഞു പോകുന്നതെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. അതെങ്ങനെയാണ് ന്യൂനപക്ഷത്തിന് മാത്രമായി മാറുന്നത്? നിങ്ങൾ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? സ്വാഭാവികമാണ്. ഒരു മതവിഭാഗം വിസ്ഫോടനപരമായ രീതിയിൽ കണക്ക് പറയുന്നേ. താങ്കൾ ഈ ആവശ്യത്തിലധികം വിസ്ഫോടനം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ കണക്കൊന്ന് പറയൂ. അതിനെ പ്രതിരോധിക്കാൻ എവിടെ നിന്ന് കിട്ടി കണക്ക്? അല്ല, ഞാൻ പറയട്ടെ, കണക്കുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ കൃത്യമായി പരിശോധിക്കും. ജനസംഖ്യ ഇവിടെ ഏത് മത സ്വാതന്ത്ര്യാനന്തര ഈ രാജ്യത്തെ ജനസംഖ്യ എത്രയായിരുന്നു? എപ്പോഴാണ് ഒടുവിൽ കണക്കെടുത്തത്? ഒന്ന് പറയൂ. കണക്കെടുപ്പിന് നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? അത് പറയൂ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടിരുന്നല്ലോ. ഏത് കണക്കാണ് പറഞ്ഞത്? കൃത്യമായി ഇവിടെ രാജ്യത്ത് എടുക്കുന്നുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിട്ടോ അല്ല, പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പറഞ്ഞ കളവാണ്. അത് കളവെന്ന് നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ലല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞ, നരേന്ദ്രമോദി പറഞ്ഞത് കളവെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്. അത് കളവാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ധാർമ്മികത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആരോപണം ഉന്നയിച്ചാൽ നിങ്ങൾ തെളിയിക്കണം. അപ്പോൾ ഈ രാജ്യത്ത് വിസ്ഫോടനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി മറ്റ് സമൂഹങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ടല്ലോ. കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് സഭ പലപ്പോഴും പറയാറുണ്ട്. കാര്യം എന്താണ്? ജനസംഖ്യാപരമായി കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷം ജനസംഖ്യയിൽ വളരെയധികം ശതമാനം എടുക്കുമ്പോൾ പിന്നോട്ട് പോകുന്നു. ബി.ജി. വിഷ്ണു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സത്യം മാത്രം പറയുന്ന മോദി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് ഇവിടെ മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്, ഹിന്ദു വിഭാഗത്തെക്കാൾ. അവിടെ ക്രിസ്ത്യനും ഉണ്ട്. അല്ല, ഞാൻ സഭയുടെ കണക്ക് സഭയുടെ കണക്കല്ല, മോദിയുടെ സത്യം പറയുന്ന മോദിയുടെ മറുപടിക്ക് വിസ്തീർണം നൽകൂ. അതെ, കേരളത്തിലെ സഭയുടെ ജനസംഖ്യാപരമായി ബന്ധപ്പെട്ട കണക്കാണ് ഞാൻ സഭയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞത്. ഈ രാജ്യത്തെമ്പാടും ഒരു മതവിഭാഗം കൂടുതൽ ജനസംഖ്യാപരമായി വിസ്ഫോടനപരമായ രീതിയിൽ വർദ്ധിപ്പിക്കുമ്പോൾ മറുവിഭാഗങ്ങളിൽ ആശങ്കയുണ്ട്. ആ ആശങ്ക തന്നെയാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത്. അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമായി തോന്നുമെങ്കിലും ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് പ്രശ്നമായി തോന്നുന്നില്ല. അതിൽ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ജനങ്ങളുടെ മുഴുവൻ പ്രതിനിധിയായി BJP ഈ ഘട്ടത്തിൽ ഏതായാലും മാറിയിട്ടില്ല. ഏതായാലും കോൺഗ്രസിന്റെ പ്രതിനിധി പറയട്ടെ. അരവിന്ദ്, ഇപ്പോൾ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ കോൺഗ്രസ് ആണ് എല്ലാത്തിനും ഉത്തരവാദി, കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ എന്നതാണ് എണ്ണമിട്ട് ഇപ്പോൾ ബി.ജി. വിഷ്ണു പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷത്തിനെതിരെ പറയേണ്ടി വന്നത്, BJPക്ക് പറയേണ്ടി വന്നത് നിങ്ങൾ ന്യൂനപക്ഷത്തിന് കൂടുതൽ കൊടുത്ത കാര്യങ്ങൾ കൊണ്ടാണ്. അതായത് SC/ST സംവരണമടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ്. അതാണ് പ്രതീകാത്മകമായ മറുപടിയായിരുന്നു. അതിൽ ഒരു തെറ്റുമില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ കാര്യം പറയുന്നതിൽ എന്നാണ് BJP അവകാശപ്പെടുന്നത്. വിഷ്ണു പറഞ്ഞ കാര്യം സ്മൃതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. 2, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. 2011 അവസാനത്തെ സെൻസസ് നടന്നത്, 10-11. 2021 നടക്കേണ്ട സെൻസസ് നടന്നിട്ടില്ല. അതാണ് എൻ്റെ വിശ്വാസം. പിന്നെ അദ്ദേഹത്തിന് എവിടുന്നാണ് മലപ്പുറം ജില്ല സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിലാണ് എന്ന് കിട്ടിയത്? ഞാൻ BG വിഷ്ണുവിനോട് ചോദിക്കുന്നു, കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ മക്കളുടെ എണ്ണം പരിശോധിക്കാൻ BG വിഷ്ണു തയ്യാറുണ്ടോ? തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് എത്ര മക്കളുണ്ട്? തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് എത്ര മക്കളുണ്ട്? BG വിഷ്ണു, ഞാൻ വ്യക്തിപരമായ ലൈഫിലേക്ക് കയറി പോവുകയല്ല. എന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി പറയുമ്പോൾ
എന്തെങ്കിലുമൊക്കെ ഒരു കേരളത്തിലെ അടിസ്ഥാനം ഏറ്റവും വേണ്ടേ? ജനസംഖ്യയുള്ള ജില്ല എവിടുന്നോ ഏതാണ് കിട്ടുന്ന അരവിന്ദ്? കാര്യങ്ങൾ, ഏതോ വാട്സാപ്പിൽ അമിത്ഷാ എത്രാമത്തെ വിളിക്കുന്ന മകനാണെന്ന് എന്നുള്ള ചോദ്യമുണ്ട്. ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല അമിത്ഷയുടെ ഏതാണ്? മാതാപിതാക്കളുടെ എത്രാമത്തെ മകനാണ് അമിത്ഷാ എന്ന ചോദ്യം. അല്ല, ഞാൻ രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല രണ്ടാമത്തെ ചോദ്യം ഏതാണ്? ഞാൻ ചോദിക്കാൻ ഏറ്റവും പോകുന്നുണ്ടായിരുന്നു. വലിയ ജില്ലയുമാണ്. അല്ലെ, വിഷ്ണു ഏത് വിഷ്ണു അദ്ദേഹം ജില്ലക്കാരനാണ് പറയട്ടെ. എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയട്ടെ കേട്ടോ. നിങ്ങൾ അങ്ങ് നിലമ്പൂർ മുതൽ അങ്ങ് പൊന്നാനി വരെ അല്ലെങ്കിൽ ചങ്ങരംകുളത്തിന്റെ അതിർത്തി വരെ ഒന്ന് സഞ്ചരിച്ച് നോക്കുക. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ സഞ്ചരിച്ച് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വലിയ ജില്ലയാണ് എന്നുള്ളത്. പിന്നെ മലപ്പുറം ജില്ലയ്ക്കകത്ത് ഏതെങ്കിലും ഒരു സമുദായം മാത്രമാണ് ഉള്ളത് എന്ന ഒരു ആഖ്യാനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ തനി സബ് സ്റ്റാൻഡേർഡ് ആണ്. എനിക്ക് അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. മലപ്പുറം ജില്ലയിൽ BJP ഉണ്ട്, എല്ലാ നിയോജകമണ്ഡലം BJP ഉണ്ട്, BJP പ്രതിനിധികളുണ്ട്, അവിടെ BJPയുടെ നേതാക്കന്മാരുണ്ട്. പൊന്നാനി പോലെയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വ്യക്തമായ മേധാവിത്വമുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ചർച്ച കൊണ്ടുവരും. നമ്മൾ വിഷയം കേന്ദ്രമായതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സംസാരമായതുകൊണ്ട് BJP കൊടുത്ത മറുപടി ആയതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. 47 മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഏതെങ്കിലും മതത്തിനോ ഏതെങ്കിലും ജാതിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഗത്തിനോ വർണ്ണത്തിനോ കൂടുതലായി കൊടുത്തു എന്ന്, തുല്യതയല്ലാത്ത ഒന്ന് കൊടുത്തു എന്നുള്ളത് BJPക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുമാണ് ഞങ്ങളുടെ കൺസേൺ. അതുകൊണ്ടാണ് സംവരണം നടപ്പിലാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഭരണഘടന ഉണ്ടായത്. ഭരണഘടന ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളെയും എല്ലാവരെയും പ്രതിദാനം ചെയ്യുന്ന ആളുകൾ ഭരണഘടനാ സമിതിയിലുണ്ടായിരുന്നു. നമ്മൾക്കറിയാം, ഗാന്ധിജിയുമായും കോൺഗ്രസുമായും പലപ്പോഴും അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ഡോക്ടർ BR അംബേദ്കറിനെ ഭരണഘടനാ സമിതിയുടെ ചെയർമാനാക്കിയത് വെറുതെയല്ല. ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പ്രതിനിധി, വിദ്യാഭ്യാസം നേടിയ ആളുകളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് തന്നെയാണ്. അതിൽ എല്ലാവരും, ഇന്ത്യ രാജ്യത്തെ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രതിനിധി ഉണ്ടായിരുന്നു. അത്രയ്ക്ക് വിശാലമായി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യം കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 7.5 പതിറ്റാണ്ട് മുന്നോട്ട് പോയപ്പോൾ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഭരണഘടനയിൽ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ BJP പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതും എന്ന് പറയുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏതോ ചില മതങ്ങൾക്ക് അധികം കൊടുത്തിട്ടുണ്ട് എന്ന് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഒന്ന് കാലിടറി എന്ന് വന്ന സമയത്ത്, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പാളും എന്ന് വന്ന സമയത്ത് രാജസ്ഥാനിൽ പോയി വർഗീയ പ്രസംഗം, കെട്ടുതാലി പൊട്ടിച്ച്, നിങ്ങളുടെ കെട്ടുതാലി പൊട്ടിച്ച് കോൺഗ്രസ് ഇന്ന വിഭാഗത്തിന് കൊടുക്കുമെന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രസംഗിക്കേണ്ട ഗതികേട് ഈ രാജ്യത്തുണ്ടായി. വംശവർദ്ധനവിനെ പറ്റി സംസാരിച്ചു. എല്ലാം എടുത്ത് ഒരാൾക്ക് കൊടുക്കും. ഇത്രയേറെ വർഗീയ വിഷം തുപ്പിയ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള കാലഘട്ടത്തിൽ, ഞാൻ അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ള ആളുകളെ പറയുന്നത്, അന്നൊന്നും കാണാത്ത തരത്തിൽ ഒരു BJPയുടെ പ്രകടന പത്രിക പോലും മുന്നോട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രസംഗിച്ചതുമായി, അദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടതിൽ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട്, ഒരു തട്ടിമാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് വിഭജനമുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം BJP പരീക്ഷിക്കുകയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ മാസം 25-നാണ് പരാതി കൊടുത്തത്. ഇന്ന് മെയ് മാസം പകുതിയോളം എത്തി, മെയ് മാസം 14 എത്തി. ഇന്നാണ് മറുപടി. ആ മറുപടിക്കകത്ത് എന്താണുള്ളത്? ഞങ്ങൾ നരേന്ദ്രമോദി സംസാരിച്ചത് പ്രതീകാത്മകമായി. എന്ത് പ്രതീകാത്മകം? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം തുപ്പിയ വിഷത്തിന്റെ കണക്കെന്താ? ഞങ്ങൾക്ക് അതിനൊക്കെ അപ്പുറത്തേക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും അപ്പുറത്തേക്ക് രാജ്യത്തെ ജനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, UP ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്നു. BJPയുടെ കാലിടറി തുടങ്ങി. ആ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ വന്നാൽ, അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ സംരക്ഷിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കും. അതുമാത്രമാണ് ഞങ്ങൾക്ക് ജനങ്ങൾ കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉറപ്പ്. ഇതുപോലെയുള്ള ആളുകൾ വന്ന് പറയുന്ന ബേസ്ലെസ് ആയ ആരോപണങ്ങളെ ഞാൻ തള്ളുന്നു. അതിന് മറുപടി പറയാൻ അദ്ദേഹം പറഞ്ഞതിന് ഒരടിസ്ഥാനവും ഇല്ലാത്തത് കൊണ്ട്, ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി വന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും ചില അടിസ്ഥാനങ്ങൾ, ചില ഡാറ്റ
വേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അദ്ദേഹം എവിടുന്നോ കിട്ടിയ ചില കാര്യങ്ങൾ വന്ന് നരേന്ദ്രമോദി ചെയ്യുന്നത് പോലെ തന്നെ തുപ്പുകയാണ് ചെയ്തത്. ആ തുപ്പിയ വിഷത്തിന്, തുപ്പിയ തീക്ക് മറുപടി പറയാൻ ഞാനില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തരത്തിൽ ഒരാളെ പോലും പ്രീണിപ്പിക്കുന്ന, ഒരാൾക്ക് പോലും പ്രയാസമുണ്ടാക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ കൈപിടിച്ചുയർത്തുന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പൊളിറ്റിക്സും എടുത്തില്ല. ഞങ്ങൾ ഇനിയും ആവർത്തിക്കുന്നു, ഇത് തന്നെ ആവർത്തിക്കുന്നു. ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ അവനെ കൂടി കൈപിടിച്ചുയർത്താൻ കോൺഗ്രസ് ബാധ്യസ്ഥമാണ്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത്. ഞങ്ങൾ ആ പ്രകടന പത്രികയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കും. ബി.ജി. വിഷ്ണു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സംവിധാനമാണ്. പക്ഷേ ഇപ്പോൾ ഭരണപക്ഷത്തിനൊപ്പം BJP-ക്കൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന പ്രതിപക്ഷം ആവർത്തിച്ചു പറയുകയാണ്. 2019 മുതൽ 27 പരാതികളാണ് മോദിക്കെതിരെ കമ്മീഷന് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി എത്തിയത്. പക്ഷേ ഒരൊറ്റ പരാതിയിൽ പോലും നടപടിയെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് 100 പരാതികൾ കൊടുക്കാനുള്ള അവകാശവും കോൺഗ്രസിനുണ്ട്. ആ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷേ എന്താണ് അതിൽ എഴുതി പരാതി എന്നത് അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. പിന്നെ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് പരാതി കൊടുക്കാനും ആക്ഷേപം ഉന്നയിക്കാനും തുടങ്ങിയിട്ട് വർഷം ഒത്തിരിയായി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചത്? ഏതെങ്കിലും ആരോപണത്തിൽ കഴമ്പുണ്ടായിരുന്നു? മുഴുവൻ അന്വേഷണത്തിലും നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് SIT ഉൾപ്പെടെ നടത്തിയ അന്വേഷണങ്ങളെല്ലാം അഗ്നിശുക്തി വരുത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മാറിയത്. നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ ഒരിക്കലും കോൺഗ്രസിന് കഴിയില്ല. നരേന്ദ്രമോദിയെ രാഷ്ട്രീയ എതിരാളിയല്ല, രാഷ്ട്രീയ ശത്രുവായി തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും കോൺഗ്രസ് നരേന്ദ്രമോദിയെ വേട്ടയാടാൻ ശ്രമിക്കും. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വില പോയിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ വിധി വരുമ്പോൾ ജനങ്ങൾ അഗാധ ഗർത്തങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസ് മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കരുത് എന്നുള്ളതാണ് പെരുമാറ്റച്ചട്ടം. മതം പറയുകയും അന്യമതത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് തുടർച്ചയായി മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്മേൽ നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? മറിച്ച് അപ്പുറത്ത് പ്രതിപക്ഷ നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കുന്നു. വാഹനങ്ങളല്ല, ഹെലികോപ്റ്റർ, പ്രധാനപ്പെട്ട നേതാക്കളുടെ ഖാർഗെ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്റർ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നല്ല ആവേശവുമാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-യുടെയോ സർക്കാരിന്റെയോ കീഴിലല്ല, സ്വതന്ത്രമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഈ ചോദ്യങ്ങളെല്ലാം സ്മൃതി ചോദിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ്, അല്ലാതെ BJP പ്രതിനിധിയോടല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്രമായ സംവിധാനം എന്ന സ്ഥിതി ഇപ്പോൾ മാറിയില്ലേ? ഇതുകൊണ്ടാണല്ലോ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നതും നടപടി ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തെയോ ഭരണഘടനാപരമായ പദവിയോ ഒന്നും ഇവിടെ ആരും നീക്കം ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസിന് വേറെ യാതൊരുവിധ മാർഗവുമില്ല. ഈ രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പിലും പരാജയത്തിൽ നിന്ന് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്ന പാർട്ടിയാണ് ഇന്ത്യൻ സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി എന്നുള്ള പരാതിയാണ് പ്രതിപക്ഷത്തിനുമുള്ളത്. ഈ രൂപത്തിൽ കോടതി ഇടപെട്ട ശേഷം, സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച ശേഷം കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. ബിജീഷ് അരവിന്ദ്, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇനി പരാതി നൽകിയിട്ട് കാര്യമില്ല എന്നൊരു ബോധ്യത്തിലേക്ക് എത്തുകയാണോ? കാരണം സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ അമിത്ഷായാണ് അത് പറഞ്ഞത്. 70% MP ഫണ്ടും ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചതെന്ന്. അതുമേലൊന്നും നിങ്ങൾ ഇനി പരാതിക്ക് പോകുന്നില്ല. അതായത് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ പറഞ്ഞ പരാതിക്ക് പോലും നിങ്ങൾ വിമർശനത്തിന് പോലും പരാതി നൽകാൻ പോകുന്നില്ല. അപ്പോൾ ഇനി അതുകൊണ്ട് കാര്യമില്ല എന്നൊരു ബോധ്യത്തിലേക്കാണോ കോൺഗ്രസ് എത്തുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, നമ്മൾക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സഡൻ ആക്ഷൻ എടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു പ്രസംഗം നടത്തിയാൽ പിറ്റേ ദിവസം ബാൻ ചെയ്തിരിക്കുന്ന, റെസ്ട്രിക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന എത്ര സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ മാസം 25-ാം തീയതി നൽകിയ പരാതിക്ക് മെയ് മാസം 14 വരെ 29-നകം മറുപടി കൊടുക്കണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. എന്നാൽ BJP മറുപടി കൊടുക്കുന്നത് മെയ് മാസം 14, 4-ാം ഘട്ടം കഴിഞ്ഞു. ഇനി അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്ഷൻ എടുക്കാൻ പോകുന്നത് എപ്പോഴാണ്? ഇതിന്റെ അവസാന ഘട്ടത്തിൽ. എന്ത് ഗുണമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്? അതിനുശേഷം എത്ര ഘട്ടത്തിൽ, എത്ര തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു കഴിഞ്ഞു. നമ്മൾക്ക് എന്താ അതിനെ കൊണ്ട് ഗുണം? നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് പാടില്ല എന്ന് പറയാൻ, ഇത് BJP-യുടേതല്ലല്ലോ, ഇന്ത്യയുടെ ഭരണഘടനയല്ലേ പറയുന്നത്. ഇന്നതേ പറയാൻ പാടുള്ളൂ. മതം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാൻ പാടില്ല, മറ്റു മതങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല, അധിക്ഷേപിക്കാൻ പാടില്ല. ഇതെല്ലാം കാറ്റിൽ പറത്താൻ
ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അധികാരം കൊടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നമ്മൾക്ക് തന്നെ അറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ചത് മുതൽ വരെ കോൺട്രവേഴ്സി അല്ലേ? ഒരാൾ രാജിവെക്കുന്നു, മറ്റേയാളെ എല്ലാ ബാക്കി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചട്ടങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് BJP പറയുന്ന ഇടത്തേക്ക് ഒരാളെ കയറ്റി നിർത്തുന്നു. അതിനപ്പുറത്ത് എന്താ കമ്മീഷൻ ഉണ്ടായത്? നമ്മൾക്കറിയാം, കോടതിയിൽ നിന്ന് പോലും നീതി കിട്ടാത്ത ഒരു സാഹചര്യം ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനം ഇന്ത്യ രാജ്യത്തുണ്ട് എന്നാണ് 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഏക പ്രതീക്ഷ, ജനാധിപത്യത്തിലെ അവസാനത്തെ പ്രതീക്ഷ അത് ജനങ്ങളാണ്. ആദ്യത്തെ പ്രതീക്ഷയും അവസാനത്തെ പ്രതീക്ഷയും ജനങ്ങളാണ്. നേരത്തെ വിഷ്ണു പറയുന്നത് പോലെ വല്ലാത്ത ഒരു ഒഴുക്കിൽ, കാറ്റിൽ, തരംഗത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് കയറി സ്വന്തം പേരിൽ ഗ്യാരണ്ടി കാർഡിറക്കി, മോദിക്ക ഗ്യാരണ്ടി, അതൊന്നും ഇന്ന് കാണാനില്ല. 400 സീറ്റ് കാണാനില്ല, താഴോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിറകെ പരാതിയും കൊടുത്തു പോയിട്ട് അതിനെയും കാത്തിരിക്കുന്ന കണ്ണിൽ എണ്ണ ഉപയോഗിച്ച് കാത്തിരിക്കുന്ന കാലഘട്ടം അവസാനിച്ചു. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ 5, 6, 7 ഘട്ടമാണ്. ജൂൺ മാസം 4-ന് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഇന്ത്യ രാജ്യത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള അവസ്ഥയല്ല ഈ രാജ്യത്തുള്ളത്. നമ്മൾക്കറിയാം, തെക്കേ ഇന്ത്യ വളരെ സുശക്തമായ ഒരു ഇന്ത്യ മുന്നണി. അത് പക്ഷേ കോൺഗ്രസിന് 40 സീറ്റ് പോലും കിട്ടുകയില്ല എന്നാണ് ഇന്നിപ്പോൾ വാരണാസിയിൽ പത്രിക സമർപ്പിച്ച ശേഷം മോദി പറഞ്ഞിരിക്കുന്നത്. നിജേഷ്, അല്ല, മോദി പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാണോ എന്ന് നമ്മളൊക്കെ ഈ കാര്യത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകളാണ്. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ വിദഗ്ധന്മാരുടെ അഭിപ്രായം എല്ലാ ദിവസവും കേൾക്കുന്ന ആളുകളാണ് ഞാനും സ്മൃതിയുമൊക്കെ. തെക്കേ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു, കർണാടകയിൽ എന്ത് സംഭവിച്ചു, പ്രജിൽ രേവണ്ണയെ പോലെയുള്ള പെൺപിടിയന്മാർക്ക് വേണ്ടി വോട്ട് ചോദിച്ച നരേന്ദ്രമോദിയെ ഇന്ന് ആളുകൾ എടുത്തിട്ട് അലക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത്. ഇന്ത്യ രാജ്യത്ത് 28 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് നിൽക്കുന്ന ഒരു മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനായി 75 വയസ്സ് ചോദ്യത്തിന് മറുപടിയില്ല. 75-ൽ BJP-യുടെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിക്ക് ഗ്യാരണ്ടി കൊടുക്കാനാ? അല്ല, പരാതിയൊക്കെ വിട്. നിങ്ങളെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിനകത്ത് ഒരു വ്യക്തി ഗ്യാരണ്ടി കൊടുക്കുന്നു, കമ്പനിയോ ഹിന്ദുസ്ഥാൻ ലിവർ ഗ്യാരണ്ടി കൊടുക്കുന്നു, നമ്മൾക്ക് അംഗീകരിക്കാം. ഗോദ്രേജ് ഗ്യാരണ്ടി കൊടുക്കും, നമ്മൾക്ക് അംഗീകരിക്കാം. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനെ ഗ്യാരണ്ടി കൊടുക്കാനുള്ള എന്ത് പവറാണ് ജനാധിപത്യത്തിനകത്തുള്ളത്? അദ്ദേഹം തോറ്റു കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദിക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരം കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ കണ്ണു തുറക്കാൻ ജൂൺ 4 വരെ തുടങ്ങിയത് ഗ്യാരണ്ടി ആയിരുന്നല്ലോ. അല്ല, നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നിങ്ങൾ നരേന്ദ്രമോദി എല്ലാ വിഷയങ്ങളും വാരാണസിയിൽ കൊടുക്കുന്ന സമയത്തല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുവരെ വിദ്വേഷമല്ലാതെ മറ്റെന്താ പറഞ്ഞത്? അവസാനം നമ്മൾക്കറിയാം, തെലുങ്കാനയിൽ വന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചത് എന്താ? സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്ക്. നരേന്ദ്രമോദി സത്യം പറയുമ്പോൾ, BJP യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിദ്വേഷമായി തോന്നുന്നത് നിങ്ങൾക്ക് വോട്ട് ബാങ്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കിളി പോയ അവസ്ഥയിലല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? ഈ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗത്തിനകത്തും രാഹുൽ ഗാന്ധി അദാനിയെ പറ്റിയും നിങ്ങൾക്ക് അദാനിയും അംബാനിയും ട്രക്കിൽ വണ്ടി കയറ്റി പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ അന്വേഷിക്കേ, ED അയക്കേ. അതിനുശേഷം ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജ് ഉൾപ്പെടെയുള്ള ഒരു പാനൽ സംവാദത്തിന് വിളിച്ചു. മറ്റു രാജ്യങ്ങളിലെ ഇതുപോലെ രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും സംവാദത്തിന് വിളിച്ചു. 5 ദിവസം മിണ്ടിയില്ല. രാഹുൽ പറഞ്ഞു, ഞങ്ങൾ തയ്യാർ, സംവാദത്തിന് തയ്യാർ. ഇന്ന് യുവമോർച്ചക്കാരെ പറയുന്നത് ഞങ്ങൾ വൈസ് പ്രസിഡന്റിനെ അയക്കാം. ധൈര്യമില്ല, ഒരു സംവാദത്തിന് പോലും ധൈര്യമില്ല. മൻ കി ബാത്ത് ഇതാണ് ഒറ്റ റേഡിയോ പ്രഭാഷണം പോലെ അങ്ങോട്ട് പറയുന്നതിനപ്പുറത്തേക്ക് 10 വർഷക്കാലത്തിനിടയ്ക്ക് BG വിഷ്ണു ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തിനെങ്കിലും മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദിക്ക് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയോടല്ല. ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളാണ്. ജനങ്ങളോട് നരേന്ദ്രമോദി സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി 10 വർഷം തികച്ചത്. അടുത്ത 5 വർഷവും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഉണ്ടാവും. നിങ്ങൾക്ക് ജനങ്ങളോട് സംവദിക്കാൻ കഴിയുന്നില്ല, ജനങ്ങളെ നേരിടാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. വിദ്വേഷ പ്രസംഗങ്ങളെ പ്രതീകാത്മകമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത 2 പേർക്കും. Debate with Smriti Parthikad.